അമിതമായി വരുന്ന ലഹരി ഉപയോഗം, ഈ മൊബൈൽ ഫോൺ, അത്തരത്തിൽ വരുന്ന അഡിക്ഷൻസ്, ഇതിൽ നിന്ന് ലഭിക്കുന്ന അക്രമവാസന. ഒരു വശത്ത് അമ്മ മൊബൈലുമായിരിക്കുന്നു, മറുവശത്ത് അച്ഛൻ മൊബൈലുമായിരിക്കുന്നു, കുട്ടി മറുവശത്ത്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ അവരാരോട് തുറന്നു പറയും. ആരാണ് ഈ രക്ഷിക്കുന്നത്, ആരാണ് ഈ രക്ഷിതാവ് എന്നുള്ളതിൽ പോലും സംശയം ഉണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഔദ്യോഗികമായ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുറത്തുവിട്ട കാര്യമാണ്. കർശന നടപടി ഈ പോക്സോ കേസുകളൊക്കെ വരുമ്പോൾ. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി, വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. അവധിയുടെ ആലസ്യത്തിന് വിട പറഞ്ഞ് കുഞ്ഞുമക്കൾ മുതൽ സ്കൂളിലേക്ക് പോവുകയാണ്. ഈ 2 മാസം വീട്ടിൽ കിട്ടിയ സുരക്ഷിതത്വവും കരുതലുമൊക്കെ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമോ? സാമൂഹ്യ ജീവിതം പാടെ മാറിയ അന്തരീക്ഷത്തിലൂടെയാണ് പുതുതലമുറ കടന്നു പോകുന്നത്. അപ്പോൾ ആശങ്കയും അത്രത്തോളം വലുതാണ്. മഴക്കാലമാണ്, ഒപ്പം കോവിഡ് കേസുകളും കൂടുകയാണ്. പൊന്നോമനകളെ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷിതത്വവും ഒപ്പം രക്ഷിതാക്കളുടെ ആശങ്കയും ഒക്കെയാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കൂടെ നടക്കുന്ന കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരുത്തനെ അടിച്ചു കൊന്നെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ലഹരി എന്താണ്? ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാത്ത വീട്ടിലുണ്ടാവും. നിങ്ങളങ്ങനെ ആരെങ്കിലും മുട്ടായി വാങ്ങിച്ച് തന്നാൽ കഴിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടാത്ത വീട്ടിലുണ്ടാവും. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചു കൊടുത്താൽ കുട്ടി കഴിക്കുകയുണ്ട്. പെൺകുട്ടി ആൺകുട്ടി പോസ്കോ കേസുകൾ അവർ കേട്ടാൽ അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. അതിൽ നമ്മൾ ആ കുട്ടികൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രതിരോധ പ്രവർത്തനം എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒട്ടും മോശമല്ല. അശ്വതി, ഞാൻ ഇതാദ്യം പറഞ്ഞതുപോലെ ഈ വലിയ രീതിയിലുള്ള ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളൊക്കെ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, അവരുടെയൊക്കെ രക്ഷിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താകും, ഈ കുട്ടി സ്കൂളുമായിട്ട് ഏത് രീതിയിൽ പൊരുത്തപ്പെടും, അത്തരത്തിലുള്ള വലിയൊരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും. കുഞ്ഞു മക്കളാണ്. അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും വയസ്സ് വരെ, ഒരു 4-5 വയസ്സ് വരെ അവരുടെ വീട് വിട്ട് അവരെങ്ങും പോയിട്ടില്ല. മാതാപിതാക്കൾക്കൊപ്പമായിരിക്കും എപ്പോഴും. അതിനപ്പുറത്തേക്ക് അവരെങ്ങും പോയിട്ടില്ല, തനിയെ പോയിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല, വേറെ മാറി നിന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആശങ്കകൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. കാരണം പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ, സമയത്തിന് അവർ ആഹാരം കഴിക്കുമോ, പഠിക്കുന്നുണ്ടാകുമോ, അധ്യാപകർ അവരെ ശ്രദ്ധിക്കുമോ, എല്ലാ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വേണ്ട കരുതലുണ്ടാകുമോ, അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. മായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂൾ തുറക്കുമ്പോൾ 2 തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ഒന്ന്, പുതിയതായി സ്കൂളിൽ പോകുന്ന ചെറിയ മക്കൾ, മറുവശത്ത് നേരത്തെ സ്കൂളിലുള്ള കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുണ്ടല്ലോ, അവർ നേരത്തെ സ്കൂളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകുന്നവരാണ്. അപ്പം അത്തരത്തിലുള്ളവർക്ക് മാതാപിതാക്കൾക്ക് കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ 90% മാതാപിതാക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെയാണ് പല മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള ആശങ്കകളാണ് വർദ്ധിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഈ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾക്കായിരിക്കും കൂടുതലായി ആശങ്കയുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ LKG UKG ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ LKG UKG ക്ലാസ്സുകളിലൊക്കെ ചെറിയ നമുക്ക് മിനിമം നമ്പേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വലിയ ക്ലാസ്സിലേക്ക് പോകും തോറും ഇത് കൂടി വരും. അപ്പോൾ ഈ LKG UKGയിൽ കിട്ടിയ ആ പാമ്പറിങ്ങും ആ കരുതലും ഒന്നും ചിലപ്പോൾ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന വലിയ ക്ലാസ്സുകളിൽ കിട്ടണമെന്നില്ല. അപ്പോൾ രക്ഷിതാക്കൾക്കും അത് സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാകും. ഈ സമയത്തിന് ഭക്ഷണം കഴിച്ചോ, സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, മര്യാദയ്ക്ക് മറ്റു വാഷ്റൂമിലൊക്കെ പോകാൻ അവർക്ക് പറ്റുമോ? കാരണം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു LKG pre-KG LKG UKG പോയിട്ടാണ് 1ാം ക്ലാസ്സിലേക്ക് പോവുക. പണ്ടുള്ള പോലെ ഈ 1ാം ക്ലാസ്സിലേക്ക് ഡയറക്റ്റായിട്ട് കയറി പോകുന്നത് വളരെ കുറവായിരിക്കും. നഴ്സറി അംഗനവാടിയിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പോയി അങ്ങനെയാണ് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യത്തിലും തുടക്കം മുതൽ രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് മുതൽ ആളുകൾക്ക് ആശങ്ക, രക്ഷിതാക്കൾക്ക് ആശങ്കയാണ്. ഓട്ടപ്പാച്ചില, കൃത്യസമയത്ത് എഴുന്നേൽപ്പിക്കണം, ഡ്രസ്സ് ചെയ്യിക്കണം, എന്നിട്ട് സ്കൂളിലേക്ക് കൃത്യസമയത്ത് വാൻ വരുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവിടണം.
പിന്നെ ആ തിരിച്ചെത്തുന്നത് വരെ മനസ്സിൽ ആദ്യമാണ്. ഒന്നാമത് ഇപ്പോൾ മഴക്കാലമാണ്, ട്രാഫിക്കാണ്, നമ്മൾ പല രീതിയിലുള്ള അപകടങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ആശങ്ക, ആ ഒരു ആദ്യം എപ്പോഴും എല്ലാ രക്ഷിതാക്കളുടെയും ഉള്ളിൽ ഉണ്ടാകും. ഈ പോകുന്ന സ്കൂൾ ഈ കുട്ടി എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി ഈ കുട്ടി സ്കൂളിൽ മുന്നോട്ട് പോകുന്നൊരു കാര്യം. കാരണം ഈ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലെത്തുമ്പോൾ അവനെ കംഫർട്ടാക്കി നിർത്തേണ്ടതും പിന്നീട് നാളെയും സ്കൂളിലേക്ക് പോകണമെന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ ആ സ്കൂളും പരിസരവും അവിടുത്തെ അധ്യാപകരും ഒക്കെയാണ്. അപ്പോൾ അതും വലിയൊരു പ്രധാന ഘടകമാണ്, ഈ കുട്ടിയെ സ്കൂൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം തുടക്കത്തിൽ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ 2-ാം ദിവസം സ്കൂളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി, ഒരു വിത്ഡ്രോവൽ സിൻഡ്രോം ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ നമ്മളത് ശീലിച്ച് അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ കുട്ടികൾക്ക് അനുയോജ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എൻജോയ് ചെയ്ത് കുട്ടികൾ പോകും. അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ ഒരു ആശങ്കയ്ക്കൊക്കെ ഒരു പരിധി വരെ ഒരു ആശ്വാസം കിട്ടുമെന്നുള്ളതാണ്. മായ, നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ്. നമ്മുടെ കുട്ടിക്കാലം എത്രത്തോളം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നല്ലേ ഇപ്പോഴത്തെ ഒരു പുതു തലമുറയെ സംബന്ധിച്ച്. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആശങ്കകൾ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഇത്ര അധികം ആശങ്ക ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തായിരിക്കും, ഒരുപക്ഷെ നമ്മൾ കൃത്യമായി ആഹാരം കഴിക്കുന്നുണ്ടോ, കൃത്യമായി അവർ സ്കൂളിലെത്തുന്നുണ്ടോ, അധ്യാപകർ അവരെ നോക്കുന്നുണ്ടോ, ശരിയായി അവർ തിരിച്ചു വരുമോ, ഒരു അപകടമോ അസുഖങ്ങളൊന്നും വരുത്താതെ അവർ കൃത്യമായി വീട്ടിലെത്തുന്നുണ്ടോ, അത്തരത്തിലുള്ളൊരു ആശങ്ക മാത്രമേ നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾ മുതൽ വലിയ കുട്ടികൾ വരെ അത്തരത്തിലല്ല കടന്നു പോകുന്നത് എന്നുള്ള വലിയ വെല്ലുവിളി നമ്മുടെ സമൂഹം നേരിടുന്നില്ലേ? തീർച്ചയായും. അതിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ, അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ഏറ്റവും ഒടുവിലായി കോഴിക്കോട് തന്നെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് സീരിയസ് ആയി അവസാന മരണത്തിന് കീഴടങ്ങുന്നത്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ കാണുന്നും കേൾക്കുന്നുമുണ്ട്. പിന്നെ അമിതമായി വരുന്ന ലഹരി ഉപയോഗം, ഈ മൊബൈൽ ഫോൺ, അത്തരത്തിൽ വരുന്ന അഡിക്ഷൻസ്, ഇതിൽ നിന്ന് ലഭിക്കുന്ന അക്രമവാസന, അങ്ങനെ ആശങ്കയ്ക്കാണെങ്കിൽ പല കാരണങ്ങളാണ്. ഇതൊക്കെ രക്ഷിതാക്കളുടെ ആ ഒരു ആദ്യവും അവരുടെ ആ ഒരു ടെൻഷനും കൂട്ടുകയുള്ളൂ. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ, ഈ ഹയർ സെക്കൻഡറി ഒക്കെ എത്തിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരൻസിനാണ് കൂടുതൽ. കാരണം ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഈ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, LKG UKG കുട്ടികളൊക്കെ ആണെങ്കിലും 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു നിയന്ത്രണമുണ്ട്. പക്ഷേ ഈ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്കൊരു പരിധി കഴിഞ്ഞ് അവരെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവരെവിടെയാണ് പോകുന്നത്, ഇവരുടെ കൂട്ടുകാരൊക്കെ, ഇവരെന്താണ് ഈ സ്കൂൾ ടൈമിൽ ചെയ്യുന്നത്, ഇവരുടെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊന്നും ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് അറിയണമെന്നില്ല. നമ്മളുടെ മാറി വരുന്ന കുടുംബാന്തരീക്ഷങ്ങളും ഒക്കെ ആ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീടിൻ്റെ ഒരു അന്തരീക്ഷം ഏറെ വലുതാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് മാതാപിതാക്കളോട് എന്തും തുറന്നു പറയാമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സമൂഹമായിരുന്നു, തലമുറയായിരുന്നു നമ്മളൊക്കെ വളർന്നു വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഒരു വശത്ത് അമ്മ മൊബൈലുമായിരിക്കുന്നു, മറുവശത്ത് അച്ഛൻ മൊബൈലുമായിരിക്കുന്നു, കുട്ടി മറുവശത്ത്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ അവർ ആരോട് തുറന്നു പറയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോക്സോ കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചൂഷണത്തിന് ഈ കുട്ടികൾ വിധേയരാകുന്നുണ്ടെങ്കിൽ അവർ ആരോട് പറയും എന്നുള്ള ആശങ്കയൊക്കെ ഈ കുഞ്ഞു മനസ്സിനെ ഇങ്ങനെ ആവലാതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. തീർച്ചയായും. നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് വിടുന്നത് മുതൽ നമ്മൾ സമൂഹത്തിലേക്ക് അവരെ തുറന്നു വിടുകയാണ്. സ്കൂൾ ബസ്, അതായത് സ്കൂൾ ബസ്സിൽ പോകാത്തവർ സാധാരണ പ്രൈവറ്റ് ബസ്സിലും വാനിലും ഒക്കെ പോകുന്നത്, അതും പുറത്ത് അപരിചിതരായ ആളുകളാണ്. പിന്നെ സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സ്, ബാക്കി വരുന്ന പല വീടുകളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള കുട്ടികൾ. അപ്പോൾ അവർ ഓരോരുത്തരും സമൂഹത്തിൻ്റെ വിവിധ ഘട്ടത്തിലുള്ള ആളുകളുമായിട്ട് നിരന്തരം ഇടപെടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ആരാണ് എവിടെ നിന്നാണ് സുരക്ഷിതത്വം, ആരാണ് നമ്മളുടെ കുട്ടികളുടെ ശത്രുക്കൾ എന്നൊക്കെ നമുക്ക് ചിന്ത വന്നു പോകും. കാരണം ആ രീതിയിലുള്ള അതിക്രമങ്ങളും ഒക്കെയാണ് ഈ വർദ്ധിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. കാരണം നമ്മളുടെ ചുറ്റും കേൾക്കുന്ന വാർത്തകളും ഇരയാകുന്ന കുട്ടികളുടെയൊക്കെ വാർത്തകൾ നമ്മൾ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയം തന്നെയാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. മായ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ചില കുട്ടികളൊക്കെ വീട്ടിൽ പോലും സുരക്ഷിതരല്ല. അപ്പം മാതാപിതാക്കൾക്ക് ആശങ്കപ്പെടാതിരിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഔദ്യോഗികമായ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുറത്തുവിട്ട കാര്യമാണ്. കർശന നടപടി, ഈ പോക്സോ കേസുകളൊക്കെ വരുമ്പോൾ കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് മായ. കാരണം 77 കേസുകളൊക്കെയാണ് സംസ്ഥാനത്ത്
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പോക്സോ കേസിൻ്റെ ഈ പുതിയ കണക്കുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം 65 അധ്യാപകർ എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ മാത്രമാണ് അനധ്യാപകർ. അപ്പോൾ അത് എത്രത്തോളം വലിയ കണക്കാണ്. തീർച്ചയായും സ്കൂളുകളിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച അത്തരത്തിൽ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വീടുകളിൽ പോലും സുരക്ഷിതത്വം, ആരാണ് ഈ രക്ഷിക്കുന്നത്, ആരാണ് ഈ രക്ഷിതാവ് എന്നുള്ളതിൽ പോലും സംശയം ഉണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തും പറയാൻ പറ്റണം. ആ ഒരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാൻ രക്ഷിതാക്കൾക്കും ശ്രമിക്കണം. ആ ഒരു തോന്നൽ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇന്ന് എവിടെ പോയി, ആരൊക്കെ കണ്ടു, ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, എനിക്ക് ഇന്ന് ഒരു പ്രശ്നമുണ്ട് എന്ന് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റണം. ഈ ഡിജിറ്റൽ ഡിസിപ്ലിൻ, അതെ, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതിൽ ഈ ഡിജിറ്റൽ അശ്വതി നേരത്തെ പറഞ്ഞു, അമ്മ ഒരു സൈഡിൽ അച്ഛനൊരു സൈഡിൽ ഫോണും. ആ ഡിജിറ്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് മാതാപിതാക്കളിൽ നിന്ന് കണ്ടാണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മറ്റൊരു തെറ്റായ ഒരു കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ തെറ്റായ ഒരു ശീലങ്ങളിലേക്കോ പോകില്ല എന്നത് തന്നെയാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമല്ല, ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മായ, ഡ്രഗ്സ്. തീർച്ചയായും അത് മാതാപിതാക്കളെ ഇങ്ങനെ ആകുലപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്. കാരണം അത്രത്തോളം കുഞ്ഞു കുരുന്നുകൾ മുതലാണ്. ഇപ്പം ചെറിയ കുട്ടി വലിയ കുട്ടി എന്നൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ. നേരത്തെ നമുക്ക് വാർത്തയിലൊക്കെ ശ്രദ്ധിച്ച പോലെ തന്നെ 3ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്നും ബിസ്ക്കറ്റ് കണ്ടെടുക്കുകയും അതിൽ ഡ്രഗ്സിൻ്റെ അംശമടങ്ങും. അത് എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ്. അല്ലെങ്കിൽ അത് ഒരു മാതാപിതാക്കൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. 3ാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോൾ അവന് എത്ര വയസ്സുണ്ടാകും, അല്ലെങ്കിൽ അവന് ഈ ചെറുപ്പത്തിലേ അതിന് അടിപ്പെട്ടു പോകുന്ന, അടിമയാകുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുകയല്ലേ വളർന്നു വരുന്ന ഒരു യുവതലമുറയെ. നമ്മളിപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ നിരന്തരം നമുക്ക് ഈ ഡ്രഗ്സ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അതിലൊക്കെ കുട്ടികളുടെ വയസ്സ് ശ്രദ്ധിച്ചാൽ അറിയാം. ചെറിയ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ അധികവും ഡ്രഗ്സ് ഉപയോഗവുമായി അവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം നമ്മളെ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഗുരുതരമായ ഒരു വിപത്തായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ രക്ഷിതാക്കളും അതിനനുസരിച്ച് അത് ശ്രദ്ധിക്കണമെന്ന് അധ്യാപകർക്കും ഇതിൽ ഏറ്റവും വലിയ പങ്കുണ്ട്. കാരണം സെക്കൻഡ് ഹോമാണല്ലോ. അപ്പോൾ ഈ ഓരോ കുട്ടിയെയും അതും അവരുടെ സ്വഭാവം അറിഞ്ഞ് അവരോട് പെരുമാറാനും അവരെ ചേർത്ത് പിടിച്ച് കുട്ടിക്കൊപ്പം നടക്കുക എന്നുള്ളതാണ്. കുട്ടിയെ ഒരു വ്യക്തിയായി കണ്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ കുട്ടിക്കൊപ്പം നടക്കുക എന്നുള്ളതാണ് ഓരോ അധ്യാപകനും ചെയ്യാൻ പറ്റുക. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ അധ്യാപകന് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് അതും കുറഞ്ഞു വരുന്നൊരു കാലമാണ്. അപ്പോൾ ആ അധ്യാപകന് വേണ്ട വിധത്തിൽ റെസ്പെക്റ്റ് കൊടുത്ത് കുട്ടിയെ അധ്യാപകനും അല്ലെ അധ്യാപിക ആരാണ് ചേർത്ത് പിടിച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കരുത്തുറ്റ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അശ്വതി, ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുറേ ആശങ്കകൾ നമ്മൾ പങ്കുവെച്ചല്ലോ. അതിൽ ലഹരി ഉപയോഗമുണ്ട്. അത്തരത്തിൽ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ കുട്ടികളേക്ക് അവബോധം ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ, അത് ട്രാഫിക്, വ്യക്തിശുചിത്വം, ഈ ഡിജിറ്റൽ ഡിസിപ്ലിൻ, ഈ ലൈംഗിക വിദ്യാഭ്യാസം, ഇതിലൊക്കെയായി കുട്ടികൾക്ക് ഈ വരുന്ന 2 ആഴ്ച, സ്കൂൾ തുറന്നിട്ടുള്ള 2 ആഴ്ച പഠനമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി മാറ്റിവെക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏത് പിരീഡ് വേണമെന്നുള്ളതൊക്കെ അതായത് സ്കൂളുകൾക്ക് തീരുമാനിക്കാം. അത്തരത്തിൽ ആ ഒരു വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ലഹരി വിരുദ്ധ ദിനമായി 21 വരെ അത് നീണ്ടു നിൽക്കും. ആ രീതിയിലുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠന സമയം അത് കൂടുന്നു എന്നുള്ളതാണ്. 1200 മണിക്കൂറായി ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പഠന സമയം മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു ബേണിങ്ങോടെ കുട്ടികളിലേക്ക് വന്നെത്തുകയാണ്. 9:45 ഈ ക്ലാസ് തുടങ്ങി അത് 4:15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലാണ് അവർ ക്രമീകരിച്ചിരിക്കുക. ഹൈക്കോടതിയുടെ ഒക്കെ ഇടപെടൽ മൂലമാണ് അത്തരത്തിൽ ക്രമീകരിച്ച് വന്നത്. അതിന് പ്രതിപക്ഷ സംഘടനകളൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ LP വിഭാഗത്തിന് അത്തരത്തിലുള്ള സമയദൈർഘ്യമില്ല. കാരണം അത് ഓൾറെഡി 800 മണിക്കൂർ പഠന സമയം എന്നുള്ളത് ഈ അധ്യയന വർഷം തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കില്ല. പക്ഷേ ഹൈസ്കൂൾ വിഭാഗത്തിന് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ പ്രവേശനോത്സവത്തിൻ്റെ ഗാനം എഴുതിയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഗാനമാണ്. പ്രവേശനോത്സവത്തിൽ പ്രവേശന ഗാനമായി വരുന്നു എന്നുള്ളതാണ്. അതും ഒരു ചരിത്രമാണ്. ഭദ്രാഹരിയുടെ ഒരു ഗാനമാണ് അത്. അൽഫോൺസാണ് അതിന് സംഗീതം നൽകിയിരിക്കുന്നത്. അതും ഒരു ചരിത്രമാണ്. അപ്പോൾ വരുന്ന പ്രവേശനോത്സവത്തിൽ ഇത്രയും കുരുന്നുകളും വിദ്യാലയങ്ങളിലേക്ക് വരുന്ന എല്ലാവരും ഭദ്രാഹരിയുടെ ആ ഗാനം പാടും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു.
ശുഭമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. കുഞ്ഞുമക്കൾ ഈ പറയുന്ന പോലെ പുതിയ വാതായനം തുറക്കാൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് മാതാപിതാക്കൾ അവരെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കുഞ്ഞുമക്കളിൽ പോലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ കുഞ്ഞുമക്കളെ നല്ല രീതിയിൽ പഠിച്ച് വളരാൻ വേണ്ടി സാഹചര്യം ഒരുക്കുന്നത് ഈ സെക്കൻഡ് ഹോമായ സ്കൂൾ തന്നെയാണ്. അധ്യാപകർക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഒരു പക്ഷേ മാതാപിതാക്കളെ പോലെ തന്നെ, എന്നാൽ ചിലപ്പോൾ അതിനേക്കാൾ ഉപരി അധ്യാപകർക്കും അതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് മഴക്കാലമാണ്. ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ മഴക്കാലത്തുണ്ട്. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. രാജ്യത്ത് 3000-ഓളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലാണ് 1500-ലധികം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുമക്കളുള്ള മാതാപിതാക്കളിൽ എന്തായാലും ആശങ്കയുണ്ടാകുമെന്നത് ഉറപ്പാണ്. കാരണം അവർ മാസ്ക് ഒക്കെ വെച്ച് പോകുന്നത് അവർക്ക് എത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു ഇടവേള ഉണ്ടായിരുന്നു കോവിഡിന്. അതിന് മുമ്പ് തന്നെ അവർ അതിന് യൂസ്ഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. LKG-യിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ 1-ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന കുട്ടികൾ LKG പ്രീ KG-യിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ മാസ്ക് ഒക്കെ വെച്ച് പോയൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെയാണല്ലോ കോവിഡ് കേസുകൾ കുറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരതിന് കുറച്ചൊരു ഇടവേളയുണ്ട് എന്നുള്ളൂ. അതുമായിട്ട് ഓൾറെഡി യൂസ്ഡ് ആണ്. ഈ മാസ്ക്, സാനിറ്റൈസർ ഇതൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. എന്നിരുന്നാൽ കൂടിയും അത്തരത്തിലുള്ളൊരു ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. പൊരുത്തപ്പെട്ട് വരേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും. കൂടുതൽ ഇപ്പോൾ മഴക്കാല രോഗങ്ങളൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യക്തി ശുചിത്വവും ഒപ്പം മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് കുട്ടികളെ ആ രീതിയിലേക്ക് സ്കൂളിൽ വിട്ട് സമൂഹത്തിൽ നല്ല രീതിയിലുള്ളൊരു പൗരനൊക്കെ ആക്കി മാറ്റാൻ നമ്മളുടെ ഓരോ രക്ഷിതാക്കൾക്കും കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അമ്മയുടെ ചൂടേറ്റ് നടന്നിരുന്ന മക്കൾ സ്കൂൾ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഓരോ അമ്മയും അല്ലെങ്കിൽ രക്ഷിതാക്കളും ആദിയുടെയും ആകുലതകളുടെയും നിരിപ്പോടിലേക്കാണ് ചുവട് വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരാക്കുക, അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക, പഠിച്ചുയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. നന്മകളോടൊപ്പം തന്നെ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങളും വിദ്യാഭ്യാസ കാലത്ത് കുട്ടികളിൽ നാമ്പെടുക്കുന്നുണ്ട്. മികച്ച പുതുതലമുറയെ വാർത്തെടുക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനുമില്ല വലിയ പങ്കുമുണ്ട്. വീടിനും നാടിനും മുതൽക്കൂട്ടാകുന്ന പൗരബോധമുള്ള നല്ലൊരു വ്യക്തികളായി മാറാൻ ഓരോ മക്കൾക്കും കഴിയട്ടെ.